ദേശീയ ലെവലില് അവാർഡ് വാങ്ങിക്കാൻ പോവാണ് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. എന്തിനാന്ന് വെച്ചാ ശുചിത്വത്തിന്റെ കാര്യത്തില് ദേശീയ ലെവലില് 3ാം സ്ഥാനം കണ്ടാണ് നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയത്. അപ്പൊ അതിന്റെ അവാർഡ് വാങ്ങാനായിട്ട് അടുത്ത് തന്നെ പോകുന്നുണ്ട്. അതിന് മുന്നേ നമ്മുടെ പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള എന്താ പറയാ സ്ഥിതി നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ കൃഷിഭവൻ വരുന്നത്. ഇത് പഞ്ചായത്ത് ഓഫീസാണ്. ഈ പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മൂക്കിന് താഴെയുള്ള സിറ്റുവേഷനാണ് ഈ കാണുന്നത്. അപ്പോ ഇതിനെന്തായാലും ഒരു അവാർഡ് അത്യാവശ്യമായിട്ട് കൊടുക്കണം. അപ്പോ ജനങ്ങൾ ഇത് കാണണം. ഇവര് പൈസ കൊടുത്ത് വാങ്ങണ അവാർഡാണോ എന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചായത്തിന് തൊട്ട് താഴെയുള്ള സിറ്റുവേഷൻ. അപ്പൊ എല്ലാവരും ഇത് കാണുക. വല്ലാത്ത ചതീത്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ പറ്റിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം 2024 ഈ നിൽക്കണ ഗ്രൗണ്ട്, അതായത് നമ്മുടെ കോടാലി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് മേള നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ 2024 നടത്തിയൊരു പരിപാടിയാണ്, ഇതുവരെ ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റോ ട്രോഫിയോ ഒരു തന്നില്ല. ബാക്കി എല്ലാ പഞ്ചായത്തിലും ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് മേളയുടെ വാട്സപ്പ് ഗ്രൂപ്പില് സ്ഥിരം ഈ പിള്ളേര് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ട്രോഫി കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് എന്ന സമ്മാനദാനം ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരോട് കാണിച്ചേക്കണ വഞ്ചനയാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് മേള ഇവിടെ നടത്തിയ സമയത്ത് 2 ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ഇവർ നടത്തിയിട്ടുണ്ട്. 2 പോസ്റ്റുമ്മയ്ക്കും കണക്ഷൻ കൊടുക്കാൻ നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് പറ്റിയില്ല. ആ ഒരു പോസ്റ്റുമ്മ ലൈറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടുത്തെ പിള്ളേര് സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് സർവീസ് വയർ വലിച്ച് ഈ പോസ്റ്റുമ്മയ്ക്കും ഇവർ കണക്ഷൻ കൊടുത്തിട്ടാണ് ഇന്നും വൈകുന്നേരങ്ങളിൽ പിള്ളേർ കളിക്കുന്നത്. പിള്ളേര് കളി കഴിഞ്ഞാൽ വീണ്ടും ഈ മഴയത്ത് വയറ് ഊരി വെക്കും. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായോ എന്ന് പേടിച്ചിട്ടാണ്. ഇതൊരു സുരക്ഷാ പ്രശ്നമാണ്. ഉദ്ഘാടനം ചെയ്ത് പോയ ആൾക്കാരല്ലേ, എന്തുകൊണ്ട് ഇവർക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റണില്ല? ഈ 2 പോസ്റ്റ് കത്തിക്കാൻ പറ്റില്ല ഇവർക്ക്. ഇപ്പൊ ഇവര് പറയും, നാളെ ഞങ്ങൾ ഈ ട്രോഫി കൊടുക്കാൻ പോയ ആൾക്കാരാണ്, നാളെ ഞങ്ങൾ കണക്ഷൻ കൊടുക്കായിരുന്നു, അതിന് തലോസാണ് ഞാൻ വീഡിയോ ഇട്ടുന്നത്. പിള്ളേരെ പറ്റിച്ചതിനുള്ള മറുപടി ഇതായോ?